ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള എൻ്റെ ഭാഷ എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. ലക്ഷ്യം തേടിയുള്ള യാത്രയിൽ ഉറക്കത്തിൽ കിനാവായും ഉണർവിൽ നിനവായും തണലായും തുണയായും ഒപ്പം നിന്നത് മറ്റൊന്നുമല്ല, എന്താണ്? എൻ്റെ ഭാഷയായിരുന്നു. അല്ലെ, നമ്മൾ ഏതൊക്കെ സ്വപ്നം കാണുകയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ വൈകാരികമായിട്ടുള്ള ചിന്തകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് പറയാനുണ്ടോ, അതൊക്കെ നമ്മൾ പറയുന്നത് എന്തിലാണ്? ഭാഷയിലാണ്, നമ്മുടെ സ്വന്തം ഭാഷയിലാണ്. അല്ലേ, അഥവാ നമ്മുടെ മാതൃഭാഷയിലാണ്. നമ്മുടെ ചിന്തകൾ എപ്പോഴും പോകുന്നത് നമ്മുടെ മാതൃഭാഷയിലാണെന്ന് പറയാറുണ്ട്. ബാക്കിയുള്ള ഭാഷകളൊക്കെ കേവലം നമ്മുടെ തൊഴിലിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എൻ്റെ ഭാഷ എന്ന് പറയുന്ന MT വാസുദേവൻ നായർ രചിച്ച ഒരു ഭാഷാ പ്രതിജ്ഞയാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഭാഷ എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, അല്ലെ? അതെൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, അതുപോലെ തന്നെ എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന എൻ്റെ വെള്ളം പോലെ എൻ്റെ കൂടെയുള്ള ഒന്ന് തന്നെയാണ് ഭാഷ എന്ന് പറയുന്നത്. മാത്രമല്ല, ദുഃഖങ്ങളെ താങ്ങായ മലയാള ഭാഷയാണ് നമുക്കുള്ളത്. അദ്ദേഹത്തിനെ അറിയാനുള്ള അംഗങ്ങളെ ശമിപ്പിച്ചത് ഭാഷയുടെ സാധ്യതകളാണ്. ഭാഷ അദ്ദേഹത്തിന് നല്ലതും ചീത്തതും നേടിക്കൊടുത്തു. ഉറക്കത്തിൽ പോലും അദ്ദേഹത്തെ ഉണർത്തുന്നതും അല്ലെങ്കിൽ സ്വപ്നം കാണിപ്പിക്കുന്നതും എല്ലാം എന്താണ്? ഭാഷയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഭാഷയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അസ്തിത്വം നിശ്ചയിക്കുന്നത് ഭാഷയാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞ് അദ്ദേഹം പ്രതിഫലിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു കുഞ്ഞു കവിത എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേത് മുഖപ്രസംഗം എന്നുള്ളതാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഭാഷാ പ്രതിജ്ഞയിൽ മാതൃഭാഷ തനിക്ക് എന്തെല്ലാമാണെന്നാണ് MT പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ സംഘമായി ചർച്ച ചെയ്യുക. തുടർന്ന് ചർച്ചയിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് മാതൃഭാഷാ ദിനത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനായി പ്രമുഖ പത്രത്തിലേക്ക് ഒരു മുഖപ്രസംഗം അഥവാ എഡിറ്റോറിയൽ ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പൊ മുഖപ്രസംഗമാണ് അഥവാ എഡിറ്റോറിയൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ പ്രസംഗം പറയുന്ന രീതിയിലല്ല എഡിറ്റോറിയൽ എഴുതേണ്ടത്. അതിനൊരു തലക്കെട്ടൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. മാതൃഭാഷ ഒരാളുടെ ആത്മാവിന്റെ വീടാണ്. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന വാക്യത്തിലൂടെ MT വാസുദേവൻ നായർ മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വാചകത്തിൽ തന്നെ വ്യക്തമായി അടയാളപ്പെടുത്തുന്നു. ഭാഷ ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി മാത്രമല്ല, അത് മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന അടിത്തറയാണ്. ഒരാൾക്ക് സുരക്ഷയും ആത്മവിശ്വാസവും നൽകുന്ന വീട് പോലെ മനുഷ്യനെ ആത്മീയമായി ചേർത്തു നിർത്തുന്നത് മാതൃഭാഷ തന്നെയാണ്. ഭാഷയെ MT എൻ്റെ ആകാശം, എന്നെ തഴുകുന്ന കാറ്റ് എന്നിങ്ങനെ ഉപമിക്കുന്നു. മനുഷ്യന്റെ സ്വാതന്ത്ര്യവും ചിന്താവിസ്താരവും ഭാഷയിലൂടെ മാത്രമേ പൂർണ്ണത കൈവരിക്കുകയുള്ളൂ എന്നതിന്റെ സൂചനയാണിത്. ഭാഷയില്ലാതെ ചിന്തയും സ്വപ്നവും പോലും പൂർണ്ണമാകില്ല. എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളം എന്ന ഉപമ ഭാഷ മനുഷ്യന്റെ മാനസിക ദാഹം അകറ്റുന്ന ആശ്വാസ സ്രോതസ്സാണെന്ന് വ്യക്തമാക്കുന്നു. മാതൃഭാഷയെ അമ്മയോട് ഉപമിക്കുന്നതിലൂടെ ഭാഷയുടെ സ്നേഹവും ശാസനയും ഒരുപോലെ മനുഷ്യനെ വളർത്തുന്നുവെന്ന് MT ചൂണ്ടിക്കാട്ടുന്നു. അമ്മയുടെ തലോടൽ പോലെ ഭാഷ ആശ്വാസം നൽകുമ്പോൾ ശാസന പോലെ അത് വ്യക്തിയെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് തന്നെ മാതൃഭാഷ ഒരാളുടെ മൂല്യങ്ങളും സംസ്കാരവും തലമുറകളിലേക്ക് കൈമാറുന്ന ശക്തിയാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ് എന്ന വാചകം മാതൃഭാഷയുടെ ആഴത്തിലുള്ള മാനസിക ബന്ധം തുറന്നു കാട്ടുന്നു. ഭാഷ മാറ്റാം, രാജ്യം മാറാം, പക്ഷേ സ്വപ്നങ്ങളുടെ ഭാഷ മാറില്ല. ഒടുവിൽ എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന പ്രഖ്യാപനത്തിലൂടെ ഭാഷയും വ്യക്തിയും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതാക്കുന്നു. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ഇംഗ്ലീഷിനും മറ്റു ഭാഷകൾക്കും പ്രാധാന്യം വർദ്ധിക്കുമ്പോൾ മാതൃഭാഷ അവഗണിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇന്നുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് MTയുടെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മാതൃഭാഷയെ സംരക്ഷിക്കുന്നത് നമ്മുടെ തന്നെ ആത്മാവിനെ സംരക്ഷിക്കുന്നതിന് തുല്യമാണെന്ന്. മാതൃഭാഷയിൽ ചിന്തിക്കുകയും പഠിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന തലമുറ മാത്രമേ സാംസ്കാരികമായി ശക്തമായ ഒരു സമൂഹത്തെ നിർമ്മിക്കുകയുള്ളൂ. അപ്പോൾ മാതൃഭാഷ എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നും അദ്ദേഹം എന്തൊക്കെയാണ് അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്നുമാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി ഇതിലെ അടുത്ത പ്രവർത്തനം പ്രസംഗമാണ്.
എത്ര സുന്ദരം എൻ്റെ മലയാളം. മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ മണ്ണിൽ വീണു കുരുത്തു നെന്മണി വിത്ത് മുള പൊട്ടി മിന്നുമീരല വീശിടുമ്പോൾ എത്രയീരടികൾ മണ്ണിൽ വേർപ്പു വിതച്ചവർ ഈണമായി വന്നു അന്നു പാടിയ പാട്ടിലൂഞ്ഞാലാടി മലയാളം. ONV പറഞ്ഞ വരികളാണ് ഇത്. അതുപോലെ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാൽ മർത്യനു പെറ്റമ്മ തെൻ ഭാഷതാൻ വെള്ളത്തോൾ പറഞ്ഞിട്ടുള്ളതാണ്. 56 അക്ഷരമല്ല 51 അക്ഷരവുമല്ല എൻ്റെ മലയാളം. മലയാളം എന്ന 4 അക്ഷരവുമല്ല, അമ്മ എന്ന ഒരൊറ്റക്ഷരമാണ്, മണ്ണ് എന്ന ഒരൊറ്റക്ഷരമാണ് എൻ്റെ മലയാളം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ വരികളാണ്. മുകളിൽ കൊടുത്ത വരികളും പാഠസന്ദർഭങ്ങളും പ്രയോജനപ്പെടുത്തി എൻ്റെ ഭാഷ എൻ്റെ മലയാളം എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കി അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ സഹായത്തോടെ മെച്ചപ്പെടുത്തി മാതൃഭാഷാ ദിനത്തിൽ അവതരിപ്പിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രസംഗത്തിൽ നമുക്കറിയാം അഭിസംബോധന ഉണ്ടായിരിക്കണം, ആകർഷകമായ തുടക്കം, പ്രസംഗം, ഉപസംഹാര വാചകം, ആശയ സമഗ്രത, ഉചിത പദങ്ങൾ, പ്രയോഗങ്ങൾ, ഉദ്ധരണികൾ, ഇതൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്താം. അവതരണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ശബ്ദ നിയന്ത്രണം ഉണ്ടായിരിക്കണം, ആശയ വ്യക്തത ഉണ്ടായിരിക്കണം, ഉചിതമായ ശരീരഭാഷ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു പ്രസംഗം അവതരിപ്പിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള ഒരു പ്രസംഗം നമുക്ക് നോക്കാം. ആദരണീയരായ അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് MT വാസുദേവൻ നായർ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വാക്യം മാത്രമല്ല പറഞ്ഞത്, ഒരു ജനതയുടെ ആത്മാവാണ് അദ്ദേഹം നിർവചിച്ചത്. ഭാഷ മനുഷ്യന്റെ ആശയവിനിമയ മാർഗം മാത്രമല്ല, അത് അവന്റെ തിരിച്ചറിവും സംസ്കാരവും ആത്മാവുമാണ്. കുഞ്ഞുണ്ണി മാഷ് നമ്മോട് പഠിപ്പിച്ചത് ഭാഷ ലളിതമായിരിക്കണം, ഹൃദയത്തിൽ നിന്നിറങ്ങണം എന്നതാണ്. കുട്ടികളുടെ ചിരിയിലും കളിയിലും ജീവിക്കുന്ന മലയാളം തന്നെയാണ് യഥാർത്ഥ മലയാളം എന്ന് അദ്ദേഹം തന്റെ കവിതകളിലൂടെ തെളിയിച്ചു. ഭാഷയെ ഭയപ്പെടാതെ സ്നേഹത്തോടെ സമീപിക്കുമ്പോൾ അത് നമ്മളെ കൂടുതൽ മനുഷ്യരാക്കുന്നു എന്ന സന്ദേശമാണ് കുഞ്ഞുണ്ണി മാഷ് നമ്മൾക്ക് നൽകിയത്. ONV കുറിപ്പ് മലയാളത്തെ സ്നേഹത്തിന്റെ, പ്രകൃതിയുടെ, മനുഷ്യബന്ധങ്ങളുടെ ഭാഷയാക്കി മാറ്റി. ഭൂമി ഒരു ചരമഗീതം എന്ന് അദ്ദേഹം എഴുതിയപ്പോൾ മലയാളം വെറും അക്ഷരങ്ങളല്ല, അത് മണ്ണിന്റെയും മനുഷ്യന്റെയും സംഗീതമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി. മലയാളത്തിലൂടെയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന മൂല്യങ്ങൾ നിലനിൽക്കുന്നത് എന്ന വിശ്വാസം ONVയുടെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നു. വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തെ ഒരു നവോത്ഥാനായുധമാക്കി. അടിമത്തത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും കാലത്ത് അദ്ദേഹം മലയാളത്തിലൂടെ ആത്മാഭിമാനം വളർത്തി. മലയാളം എൻ്റെ ജന്മഭാഷ എന്ന് അദ്ദേഹം അഭിമാനത്തോടെ പ്രഖ്യാപിച്ചപ്പോൾ ഭാഷയെ സംരക്ഷിക്കുന്നത് ദേശത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തി. ഇവരൊക്കെയും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞത്, മാതൃഭാഷ മനുഷ്യരുടെ വേരുകളാണ്. MT പറയുന്നത് പോലെ ഏത് നാട്ടിലെത്തിയാലും നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മുടെ ഭാഷയിലാണ്. കാരണം നമ്മുടെ ചിന്തയും സങ്കല്പവും വികാരങ്ങളും എല്ലാം ആദ്യം രൂപപ്പെടുന്നത് മലയാളത്തിലാണ്. ഇന്നത്തെ ആഗോള ലോകത്ത് മറ്റു ഭാഷകൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ അതിനൊപ്പം തന്നെ നമ്മുടെ മാതൃഭാഷയെ മറക്കരുത്. മലയാളത്തെ സ്നേഹിക്കുകയും ഉപയോഗിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം എൻ്റെ ഭാഷ എൻ്റെ മലയാളമാണ്, എൻ്റെ മലയാളം എൻ്റെ ആത്മാവാണ്. നന്ദി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രസംഗം നിർത്തുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞ കാര്യങ്ങളും നമ്മൾ പഠിച്ച എൻ്റെ ഭാഷ എന്ന് പറയുന്ന ആ ഒരു പ്രതിജ്ഞയിൽ പറയുന്ന കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ എഴുതിയിട്ടാണ് നിങ്ങൾ പ്രസംഗം തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം. അടുത്തത് 5ാമത്തെ യൂണിറ്റ് ആണ് വിത്തും വിത്തവും എന്നുള്ളതാണ്. നമുക്ക് വിത്തും വിത്തവും എന്നുള്ള യൂണിറ്റ് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.